ഹായ്, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് തിരുവനന്തപുരത്ത് ഒരു ഫുഡ് കഴിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കട്ടച്ചൽക്കുഴി എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ പരട്ടാണ്. ചിക്കൻ പരട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ്. തിരുവനന്തപുരത്ത് വരുന്ന ആളുകളുടെ എല്ലാം പ്രധാനമായിട്ടുള്ള പരാതി എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കിട്ടില്ല. അങ്ങനെ പരാതി ഉണ്ടാകാനുള്ള കാരണം മിക്കവാറും തന്നെ എല്ലാവരും തമ്പാനൂർ പരിസരത്താണ് ഫുഡ് കഴിക്കാൻ പോവുക. തമ്പാനൂർ പരിസരത്ത് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, നമ്മുടെ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി നല്ല ഫുഡൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. എന്ത് കൊടുത്താലും ആളുകൾ കഴിച്ചിട്ട് പോകുന്നത് ധാരണയിലായിരിക്കും അവിടെ ഫുഡ് വിളമ്പ്. പക്ഷേ നമ്മളൊന്ന് ഇറങ്ങി തപ്പിക്കഴിഞ്ഞാൽ, പുറത്തേക്ക് ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഫുഡ് കിട്ടുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമ്മൾ പറഞ്ഞ കൃഷ്ണ ഹോട്ടലിലെത്തിക്കുകയാണ്. കട്ടച്ചൽക്കുഴി കൃഷ്ണ ഹോട്ടൽ. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കൾ കൂടി ഉണ്ട്. തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കൃഷ്ണ ഹോട്ടൽ എന്നാണ്, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ഹോട്ടലാണ്. കയറി നോക്കാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നാടൻ കോഴി ചിക്കൻ ബെസ്റ്റാണ്. കിലോ കണക്കിന് കിട്ടും. 1 കിലോ 580, 850, 435 അങ്ങനെ കിട്ടും. ഇവിടുത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. അത്യാവശ്യം വൃത്തിയുണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇതാണ്, ഇവിടെയാണ് ഫാമിലി റൂമുണ്ട്. നമുക്ക് വാഷ് കൈ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമുക്കിരിക്കാനുള്ള ടേബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 4 പേരാണുള്ളത്. ഇലയിലാണ്. ദിവസമായിട്ട് 3 കിട്ടും. 4 ഊണല്ലേ? ഊണായിരിക്കും എന്തായാലും. ചോറാണോ കപ്പയാണോ? കട്ടച്ചക്കുഴി, അതായത് വിഴിഞ്ഞത്തിൻ്റെ തൊട്ടടുത്തുള്ള ഉച്ചക്കടയ്ക്കടുത്തുള്ള ഒരു സ്ഥാപനമാണ്. നാളികേര വികസന കോർപ്പറേഷൻ്റെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ പേരുകേട്ട ഒരു ഹോട്ടലാണിത്. ഇവിടുത്തെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ചിക്കൻ പെരട്ട് എന്ന് പറയുന്ന വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ചിക്കൻ കോഴി, നാടൻ കോഴി ഉപയോഗിച്ച് ഒരു പ്രത്യേക റെസിപ്പിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. മിക്കവാറും ആൾക്കാർക്കെല്ലാം വളരെ ഇഷ്ടമാണ്. ഒരുപാട് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇവിടെ ഈ ചിക്കൻ പെരട്ട് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് തന്നെ എത്തുന്നുണ്ട്. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാണ്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിഴിഞ്ഞത്ത് സ്ഥിരമായിട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് കൂടെ ഇവിടെ വന്ന് ഈ ഫുഡ് കഴിക്കാറുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ചിക്കൻ പെരട്ട് വരുന്നത് നോക്കാം അല്ലേ? ചിക്കൻ പെരട്ട് വരാനുണ്ട്, ബാക്കി സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ദിവസം ആയതുകൊണ്ട് ഇന്ന് നമുക്ക് ചോറ് അവൈലബിൾ. ഞായറാഴ്ച ആണെങ്കിൽ ചോറ് കിട്ടില്ല. വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, കൃഷ്ണ ഹോട്ടലിൽ തന്നെ വരിക. വരുന്ന വഴിക്ക് വേറെ ഒരുപാട് ഹോട്ടലുണ്ട്. ഞങ്ങൾക്ക് മറ്റു ബ്രാഞ്ചുകളില്ല, മറ്റു ബ്രാഞ്ചുകൾ അവർക്കില്ല. അപ്പോൾ കൃത്യമായിട്ടും കൃഷ്ണ ഹോട്ടലിൽ തന്നെ വരിക. കട്ടച്ചക്കുഴി ഹോട്ടൽ തന്നെ അതാണ്. ചിക്കൻ പെരട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നമുക്ക് ആനന്ദിനുള്ള ബൊറോട്ട എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് ബൊറോട്ട എത്തിയിട്ടുണ്ട്. ചിക്കൻ പെരട്ട് സാധനം എത്തി കഴിഞ്ഞ് ഇതാണ് സാധനം. ഇതാണ് സാധനം. ചിക്കൻ പെരട്ട് വാഴയിലയിൽ ആണ് സെർവ് ചെയ്യുന്നത്. അതൊരു ഇക്കോ ഫ്രണ്ട്ലി സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നല്ല വാഴയില നല്ല വെടിപ്പായിട്ട് വൃത്തിയായി കഴുകി അതിൽ തന്നെയാണ് അത് സെർവ് ചെയ്യുന്നത്. സാധാരണ ട്രഡീഷണൽ കേരള ഫുഡ്, പരിപ്പ്, പപ്പടം, അവിയൽ, ഒപ്പം സ്പെഷ്യലായിട്ട് ഈ ഒരു ചിക്കൻ പെരട്ട് സ്പെഷ്യലായിട്ട് ഇതാണ് സാധനം. നല്ല ഡെലീഷ്യസ് ആണ് അല്ലേ? ഒരു പ്രാവശ്യം വന്ന് കഴിച്ചാൽ പിന്നെ നമ്മൾ വീണ്ടും വരും. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അഡിക്റ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാശ് വീണ്ടും വരാനുള്ള കാശ് ഉണ്ടെങ്കിൽ മാത്രം വരിക. ഞങ്ങളൊരു തവണ വന്നോളൂ. ഇപ്പോൾ മിക്ക എല്ലാ ശനിയും ഞായറും ഒക്കെ നമ്മളിവിടെ വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ സംഭവം ഞങ്ങളിപ്പോൾ 4 പേരുണ്ട്. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഓക്കെ, ഇനി കാത്തിരിക്കാൻ വയ്യ. കാത്തിരിപ്പിന് അവസാനമായി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അടിപൊളിയായിരുന്നു. ഇപ്പോൾ നല്ല ഫുഡായിരുന്നു.
ഞങ്ങൾ 3 ഊണും അതുപോലെ തന്നെ 3 പൊറോട്ട 4 ചിക്കൻ ബർഗർ ഇത്രയാണ് കഴിച്ചേ. 4 പൊറോട്ട ഒരെണ്ണം കൂടെ എക്സ്ട്രാ ആക്കിയില്ലേ. 4 പേരായിട്ട് പൊറോട്ടയും കൂടെയാണ്. എത്ര ബില്ലായിട്ടെന്ന് നമുക്ക് നോക്കാം. ബില്ല് എത്രയായിരുന്നു സാറേ? 800. അപ്പോൾ ഇത്ര സാധനം നമുക്ക് 800 രൂപയാണ് ആയിട്ടുള്ളൂ. അപ്പോൾ വലിയ എമൗണ്ട് എന്ന് പറയാനില്ല അല്ലേ, ചെറിയ എമൗണ്ടാണ്. നല്ല ഫുഡാണ്, ഫുഡ് അടിപൊളിയാണ്. ഫുഡ് നമുക്ക് ഗ്യാരണ്ടിയാണ്, ഫുഡ് നല്ല ഫുഡാണ്. ഒരാൾക്ക് 200 രൂപയാണ് ആഴ്ചയായിട്ട്. ഇവിടെ തന്നെ നമുക്ക് കാണുകയും ചെയ്യാം. ചിക്കൻ പെരട്ടിൻ്റെ തന്നെ കുറച്ചധികം വെറൈറ്റീസും ഉണ്ട് കേട്ടോ. നോർമൽ ചിക്കൻ പെരട്ട് കൂടാതെ നമുക്ക് ചിക്കൻ തോരനുണ്ട് അല്ലേ സാറേ? ചിക്കൻ തോരനുണ്ട്, കാന്താരി ചിക്കൻ ഉണ്ട്. പിന്നെ എന്തായിരുന്നുള്ളേ നമുക്ക്? അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഇനി തിരിച്ചു പോവുകയാണ്. ഓക്കെ, നമുക്ക് പോവാമോ? കഴിച്ചില്ലേ? ഇനി അടുത്ത വേറെ എന്തെങ്കിലും ഒരു സ്ഥലം നമുക്ക് തപ്പിപ്പോവാം അല്ലേ?